സ്പർശനം. രചന ജിതിൻ ജോസ്. മാമന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അമ്മുക്കുട്ടി ഓടി പുറത്തേക്ക് വന്നു. അവൾക്കറിയാം മാമൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും പാവക്കുട്ടിയും ഒക്കെ കൊണ്ടുവരുമെന്ന്. മാമൻ അമ്മുക്കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വച്ചപ്പോൾ അമ്മുക്കുട്ടിയുടെ അമ്മയും പുറത്തേക്ക് വന്നു. ആ, നീ ആയിരുന്നോ? വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ കരുതി ചേട്ടനായിരിക്കുമെന്ന്. അപ്പോൾ അളിയൻ ഇവിടെ ഇല്ലേ? അവൻ ചേച്ചിയോട് അതും ചോദിച്ചുകൊണ്ട് കൊണ്ടുവന്ന ചോക്ലേറ്റും പാവക്കുട്ടിയും അമ്മുക്കുട്ടിക്ക് കൊടുത്തിട്ട് അവളെയും എടുത്ത് വീടിന്റെ അകത്തേക്ക് നടന്നു. ചേട്ടൻ ഒരു കല്യാണത്തിന് പോയതായിരുന്നു എന്നും പറഞ്ഞ് ചേച്ചി അടുക്കളയിലേക്ക് പോയി. മാമൻ കൊണ്ടുവന്ന ചോക്ലേറ്റും കഴിച്ചിട്ട് അമ്മുക്കുട്ടി കളിപ്പാട്ടങ്ങളുടെ പൊതി പൊട്ടിച്ചു. പാവക്കുട്ടിയെ പുറത്തെടുത്ത് കളിച്ചുകൊണ്ടിരുന്നു. അമ്മുക്കുട്ടി ഇന്ന് നേഴ്സറിയിൽ പോയില്ലേ? മാമൻ ചോദിച്ചു. അയ്യേ, അമ്മുക്കുട്ടി ഇപ്പോൾ നേഴ്സറിയിലല്ല, UKGയിലാണല്ലോ എന്നും പറഞ്ഞ് അവൾ മാമന്റെ മടിയിൽ കയറിയിരുന്നിട്ട് പതിയെ ചോദിച്ചു. മാമന്റെ ഫോൺ അമ്മുക്കുട്ടിക്ക് കളിക്കാൻ തരുമോ? എന്നിട്ട് അവൾ മാമന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് കളിക്കാൻ തുടങ്ങി. അതും കൊണ്ടുകൊണ്ട അമ്മുക്കുട്ടിയുടെ അമ്മ അടുക്കളയിൽ നിന്നും വന്നത്. മാമന്റെ മടിയിലിരുന്ന് കളിക്കുന്ന അമ്മുക്കുട്ടിയെ കണ്ടപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു പറഞ്ഞു. താഴെ ഇറങ്ങിയിരിക്കടി, മടിയിൽ കയറിയിരുന്നാ കളിക്കുന്നേ? അമ്മുക്കുട്ടി അതും കേട്ട് പേടിച്ചപ്പോൾ മാമൻ പറഞ്ഞു. അതിനെന്താ ചേച്ചി, അവൾ കൊച്ചല്ലേ? ഇവിടെ കൊച്ചാണെന്നും പറഞ്ഞ് അവളെ മടിയിൽ കയറ്റി ഇരുത്തിയൊന്നും കളിപ്പിക്കണ്ട. സ്വന്തം ചേച്ചി മുഖത്തു നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. അന്ന് മാമൻ തിരിച്ചു പോയപ്പോൾ അമ്മുക്കുട്ടിയുടെ കവിളത്ത് പതിവായി തരാറുള്ള ഉമ്മ തരാത്തത് എന്താ എന്ന് അമ്മുക്കുട്ടിക്ക് മനസ്സിലായില്ല. മുറ്റത്ത് പിള്ളേരുടെ ബഹളം കൂടിയപ്പോൾ അമ്മുക്കുട്ടിയുടെ അമ്മ ഒരു ചെറിയ വടിയും എടുത്ത് പുറത്തേക്ക് വന്നു. അപ്പോൾ കണ്ടത് അവിടെ അടുത്തുള്ള കൂട്ടുകാരൻ കണ്ണന്റെ കൂടെ കളിപ്പാട്ടത്തിനു വേണ്ടി അടി കൂടുന്ന അമ്മുക്കുട്ടിയെയാണ്. അവന്റെ കളിപ്പാട്ടം അമ്മുക്കുട്ടി തട്ടിപ്പറിച്ചു. എടുത്തപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ ബഹളം വെക്കുന്നതാ. അമ്മുക്കുട്ടി കളിപ്പാട്ടവുമായി ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ വട്ടം പിടിച്ചു തടഞ്ഞു നിർത്തി. അത് കണ്ടപ്പോൾ അമ്മുക്കുട്ടിയുടെ അമ്മ പറഞ്ഞു. എടാ, തൊട്ടും പിടിച്ചുള്ള കളിയൊന്നും വേണ്ട, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? വീട്ടിൽ പോ. പിന്നെ അവൻ അമ്മുക്കുട്ടിയുടെ കൂടെ കളിക്കാൻ വരാത്തത് എന്താ എന്ന് അമ്മുക്കുട്ടിക്ക് മനസ്സിലായില്ല. അമ്മുക്കുട്ടിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. അച്ഛൻ എപ്പോഴും കഥ പറഞ്ഞു തരും. തോളത്ത് കിടത്തി പാട്ടുപാടി ഉറക്കും. എപ്പോഴും അവളുടെ കൈ പിടിച്ച് നടക്കും. ഒരു ദിവസം അച്ഛനും അമ്മയും പത്രം വായിച്ചിരുന്നപ്പോൾ അമ്മുക്കുട്ടി ഓടി വന്ന് അച്ഛൻ്റെ മടിയിലിരുന്നു. അച്ഛൻ അവളെ വാരി പുണർന്ന് ഉമ്മ വെച്ചു. അച്ഛാ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, അച്ഛൻ്റെ മോൾക്ക് അച്ഛൻ കഥ പറഞ്ഞു തരാലോ എന്നും പറഞ്ഞ് അയാൾ കയ്യിലിരുന്ന പത്രം അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് അമ്മുക്കുട്ടിയെ തോളത്ത് കിടത്തി കഥ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ അമ്മുക്കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഇത്രയും വലിയ പെണ്ണിനെ എടുത്തോണ്ട് നടക്കുന്നേ, കൊച്ചിനെ കൊഞ്ചിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് അമ്മുക്കുട്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് മുറിയിലേക്ക് പോയി. എന്താ കാര്യം എന്ന് മനസ്സിലാകാതെ ഇരുന്ന ആ അച്ഛൻ മുന്നിലെ പത്രത്തിൽ അവൾ വായിച്ചു നിർത്തിയ വാർത്ത കണ്ടു ഞെട്ടി. മകളെ ഉപദ്രവിച്ച ഒരു അച്ഛൻ്റെ വാർത്ത. പിന്നീട് അച്ഛൻ അവളെ എടുക്കാത്തത് എന്താ എന്നും കഥ പറഞ്ഞു തരാത്തത് എന്താ എന്നും അവളുടെ കവിളിൽ ഉമ്മ വയ്ക്കാത്തത് എന്താ എന്നും അമ്മുക്കുട്ടിക്ക് മനസ്സിലായില്ല. അമ്മുക്കുട്ടിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം അമ്മുക്കുട്ടി മിന്നുവിനോടാണ് ചോദിക്കുന്നത്. അമ്മുക്കുട്ടിയുടെ ക്ലാസ്സിലെ അടുത്ത കൂട്ടുകാരിയാണ് മിന്നു. അമ്മുക്കുട്ടി മിന്നുവിനോട് ചോദിച്ചു. മാമൻ എന്താ ഇപ്പോൾ ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും കൊണ്ടുവരാത്തത്? അമ്മുക്കുട്ടിയെ ബൈക്കിൽ കയറ്റി കറക്കാൻ കൊണ്ടാവാത്തത്? അത് കേട്ട മിന്നു പറഞ്ഞു. മിന്നുവിൻ്റെ മാമന്മാരും ഇപ്പോൾ വീട്ടിൽ വരാറില്ല. അമ്മുക്കുട്ടിയുടെ കൂടെ കളിക്കാൻ ഇപ്പോൾ കണ്ണൻ വരാത്തത് എന്താ? മിന്നുവിനെ അമ്മ ഇപ്പോൾ കളിക്കാൻ വിടാറില്ല. അമ്മുക്കുട്ടിയുടെ അച്ഛൻ എന്താ ഇപ്പോൾ അമ്മുക്കുട്ടി എടുക്കാത്തത്, കഥ പറഞ്ഞു തരാത്തത്, ഉമ്മ വയ്ക്കാത്തത്? മിന്നുവിനെയും ഇപ്പോൾ അച്ഛൻ എടുക്കാറില്ല, ഉമ്മ തരാറില്ല. അതെന്താ അങ്ങനെ? മിന്നുവിനോട് അമ്മ പറഞ്ഞു ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഉണ്ടെന്ന്, അതുകൊണ്ടാണോ? പക്ഷെ മാമനും കണ്ണനും അച്ഛനും ഒക്കെ ഗുഡ് അല്ലേ, അപ്പോൾ അതെല്ലാം ഗുഡ് ടച്ച് അല്ലേ? പക്ഷെ അവരൊക്കെ ബോയ് അല്ലേ, ചിലപ്പോൾ ബോയ്സിൻ്റെ ടച്ച് എല്ലാം ബാഡ് ആയിരിക്കും. ആണോ? ആ, എനിക്കറിയില്ല. അപ്പോൾ ഗേൾസിൻ്റെ ടച്ചോ? അതിനമ്മ വഴക്കൊന്നും പറയാറില്ലല്ലോ.
അപ്പോൾ അത് ഗുഡ് ടച്ച് ആയിരിക്കും. മിന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മുക്കുട്ടി മിന്നുവിനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് ഒരു ബോയിനെ അവർ ടച്ച് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അമ്മുക്കുട്ടിയും മിന്നുവും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും കളിച്ചും ഒരുമിച്ച് വളർന്നു. ഒടുവിൽ വളർന്നു വലുതായപ്പോൾ അവർ അമ്മമാരോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഒരു ആണിൻ്റെ ബാഡ് ടച്ച് അവർക്ക് വേണ്ട. അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്.